ഇസ്രയേലിന് മുൻപിൽ ഇറാന്റെ ശക്തി നശിച്ചു എന്നും ഇറാൻ മുട്ടുകുത്തി തുടങ്ങിയെന്നുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാം കേട്ട വാർത്ത. പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഇസ്രയേലിന്റെ കരുത്തിനെ വിളിച്ചോതുന്നുമുണ്ടായിരുന്നു. എന്നാൽ പുതിയ വീരവാദവുമായിട്ടാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇസ്രയേൽ മിസൈലുകൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ ഉപകരണങ്ങളും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ തോറ്റിട്ടൊന്നുമില്ല കേട്ടോ എന്ന് പറയുന്നത് പോലെ. നദാൻസ്, ഇൻഫഹാൻ, ഗന്ധബ്, അരക് എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന് സമ്മതിച്ച ഇറാൻ അതിനു മുൻപ് തന്നെ പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളും സുരക്ഷിതമായി മാറ്റി എന്നാണ് അവകാശപ്പെടുന്നത്. ഇറാൻ സൈന്യത്തിലെ കമാൻഡർ മൊഹ്സെൻ റസായിയാണ് മാധ്യമങ്ങളെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ നിരന്തരമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ്. അമേരിക്കയും ഈ ദൗത്യത്തിൽ പങ്കാളികളാവുമെന്നാണ് കരുതപ്പെട്ടിരുന്നതെങ്കിലും ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ ബ്രിട്ടൻ തയ്യാറായതോടുകൂടിയാണ് ട്രംപ് ഈ നീക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. അതിനിടെ ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന ആവശ്യവും ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഇല്ലെങ്കിൽ ശക്തമായ വ്യോമാക്രമണം നടത്തുമത്രേ. വൈറ്റ് ഹൗസിൽ യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിറ്റുവേഷൻ റൂമിൽ ട്രംപ് ഉന്നത ഉദ്യോഗസ്ഥരുമായി വിശദമായി തന്നെ ഇറാനെ നേരിടേണ്ട മാർഗങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. സമീപ ഭാവിയിൽ ഇറാനുമായി ആണവ കരാർ സംബന്ധിച്ച് അമേരിക്ക ചർച്ച നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റും വ്യക്തമാക്കിയത്. അടുത്ത 2 ആഴ്ചയ്ക്കകം ഇറാന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇസ്രയേലിലെ ബീർഷെബയിലെ സെറോക്ക ആശുപത്രിയിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതോടുകൂടി നെതന്യാഹു പ്രകോപിതനായി മാറിയിരുന്നു. ആക്രമണത്തിൽ 71 പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ ആക്രമണത്തിന് ഉടൻ പകരം വീട്ടുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഇതിനെ തുടർന്ന് ഇറാനിലെ പരമോന്നത നേതാവായ അയതൊള്ള അലി ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കാറ്റ്സിന്റെ ഈ പ്രഖ്യാപനത്തെ നെതന്യാഹു ഇതുവരെയും തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. നേരത്തെ ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ 2 തവണ തീരുമാനിച്ചിരുന്നു എങ്കിലും അമേരിക്കയുടെ എതിർപ്പ് കാരണം പിൻവാങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി വാഷിംഗ്ടണിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു. സംഘർഷ പശ്ചാത്തലത്തിൽ ടെഹ്റാനിലെ എംബസിയുടെ പ്രവർത്തനം ഓസ്ട്രേലിയ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. യുദ്ധത്തിൽ അമേരിക്കയെ നേരിട്ട് പങ്കാളിയാക്കാനുള്ള ശ്രമം ഇസ്രയേൽ ഊർജിതമാക്കിയെങ്കിലും ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് അമേരിക്കയിൽ നടക്കുന്നത്. അതേസമയം അമേരിക്ക ഇടപെട്ടാൽ കളി മൊത്തത്തിൽ മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മാത്രമല്ല, ഹിസ്ബുള്ള ഇനി മുതൽ ഇറാനെ പുറകിൽ നിന്നും കൊണ്ട് നയിക്കുമെന്ന വിവരം കൂടി പുറത്തു വന്നതോടുകൂടി കാര്യങ്ങൾ പിടിവിട്ടു പോകുമെന്ന പേടി തന്നെയാണ് ഇസ്രയേലിനുമുള്ളത്.